പോലീസിനെ വെട്ടിച്ചു കടന്ന MDMA കേസിലെ പ്രതിയും കൂട്ടാളിയും കഞ്ചാവുമായി മുക്കത്ത് പിടിയിൽ. താമരശ്ശേരി ചുടലമുക്ക് ആരേറ്റുംചാലയിൽ ഫത്തഹുള്ള, താമരശ്ശേരി ആലപ്പടിമൽ അബ്ദുൽ വാസിദ് എന്നിവരാണ് കോഴിക്കോട് റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാറിന്റെ കീഴിലുള്ള പ്രത്യേക സംഘത്തിന്റെ പിടിയിലായത്. കാറിന്റെ ഡിക്കിയിലും പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിലെ പ്ലാസ്റ്റിക് കവറിലും സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസിനെ വെട്ടിച്ചു കടന്ന MDMA കേസിലെ പ്രതിയും കൂട്ടാളിയുമാണ് 5.5 കിലോ കഞ്ചാവുമായി പിടിയിലായത്. താമരശ്ശേരി ചുടലമുക്ക് ആരേറ്റുംചാലയിൽ ഹത്തഹുള്ള, താമരശ്ശേരി ആലപ്പടിമൽ അബ്ദുൽ വസിദ് എന്നിവരാണ് കോഴിക്കോട് റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാറിന്റെ കീഴിലുള്ള പ്രത്യേക സംഘത്തിന്റെ പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല കുന്തൻതൊടിയിൽ വെച്ചാണ് ഇവർ പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബർ 4-ന് വീട്ടിൽ നിന്നും 145 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രതിയാണ് ഹത്തഹുള്ള. എന്നാൽ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെട്ട ഇയാൾ ഒളിവിലായിരുന്നു. ഇയാൾ 4.5 മാസമായി ഒളിവിൽ കഴിഞ്ഞ് വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു. അബ്ദുൽ വാസിദ് കഴിഞ്ഞ വർഷം നവംബർ 22-ന് പരപ്പംപോയിലിൽ അൻസാറിനെ വധിക്കാൻ ശ്രമിച്ച കേസിലും ഒളിവിലായിരുന്നു. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുമ്പോൾ തന്നെ ഇവർ ഇരുവരും നാട്ടിലെത്തി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി സ്പെഷ്യൽ സ്ക്വാഡിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരും പിടിയിലായത്. കാറിന്റെ ഡിക്കിയിലും പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിലെ പ്ലാസ്റ്റിക് കവറിലും സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കുന്തൻതൊടിയിലെ ഒരു വീട് 3 ദിവസം മുമ്പ് പ്രതികൾ വാടകയ്ക്കെടുത്തിരുന്നു. ഈ വീട്ടിൽ നിന്നും കഞ്ചാവ് കച്ചവടത്തിനായി ഇറങ്ങുമ്പോഴാണ് ഇരുവരും പോലീസിന്റെ പിടിയിലായത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 4.5 ലക്ഷത്തോളം രൂപ വില വരും. താമരശ്ശേരി DYSP P പ്രമോദിന്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് SIമാരായ രാജീവ് ബാബു, P ബിജു, സീനിയർ CPOമാരായ NM ജയരാജൻ, PP ജിനീഷ്, മുക്കം സ്റ്റേഷനിലെ SIമാരായ K ശ്രീജേഷ്, K സന്തോഷ് കുമാർ, ഷിബിൻ ജോസഫ് എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.